ഓഫീസിനകത്ത് ആണുങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരു മുറി. ഞാൻ അബ്രൂക്കൽ കണ്ട ഒരു ബ്യൂട്ടി. ഞാൻ അവിടെ ഓൺഗോയിങ് സെഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓഫീസ് സ്പേസ് ഇസ് സോ നൈസ്. അതിനകത്ത് തന്നെ ഗെയിംസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇരിക്കാനും ഓടാനും നടക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വളരെ പോസിറ്റീവ് വൈബാണ്, ലൈറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷെ എന്നെ അട്രാക്ട് ചെയ്ത് അതൊന്നുമല്ല. ഓഫീസിനകത്ത് ആണുങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരു മുറി, അത് സ്ത്രീകൾക്ക് പീരീഡ്സ് വരുമ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയൊരു മുറിയാണ്. ബ്യൂട്ടിഫുൾ. അതിനകത്ത് കിടക്കയുണ്ട്, അതിനകത്ത് സോഫയുണ്ട്, അതിനകത്ത് അതൊരു പ്ലേസ് ഓഫ് കംഫർട്ടാണ്. സെയിം ലൈക്ക് എ ഹോം. അതൊരു വീടാ. അതായത് ഒരു ആ സ്ത്രീ അനുഭവിക്കുന്ന മന്ത്ലി അനുഭവിക്കുന്ന ഒരു ഫിസിക്കൽ പെയിൻ, ആ ചാലഞ്ചിങ് പീരീഡ് സ്ത്രീകൾക്ക് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മുറി ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാ കൺവീനിയൻസും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. യു കം ആൻഡ് ഫീൽ ഫ്രീ, എൻജോയ് യുവർ വർക്ക്. അങ്ങനെ ഒരു മുറിക്കകത്ത് ഒരു സ്ത്രീ ഇരുന്ന് പണിയെടുക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, പീരീഡ്സ് എന്ന് പറയുന്ന ആ പീരീഡിൽ ഓഫീസിൽ കൺജസ്റ്റഡ് ആയിട്ട് ഒരു മുറിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ടിവിറ്റിയും രണ്ടാണ്. ഒരു പറ്റം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് മാസത്തിൽ അവരിങ്ങനെ ഒരു ചാലഞ്ചിങ് ടൈമിലൂടെ പോകുമെന്നും അത് ഫിസിക്കൽ പെയിൻ ആണെന്നും ആ പെയിൻഫുൾ പീരീഡിൽ അവർക്ക് കംഫർട്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു തോട്ടാണ് പിന്നീട് ഒരു ഇൻഫ്രാസ്ട്രക്ചറായി മാറുന്നതും. അവിടെ ഫർണിച്ചർ ആകുന്നു, അതൊരു മുറിയാകുന്നു, അതൊരു പോളിസി ആകുന്നു.